കയ്യിൽ ഒരു ഫോൺ ഉണ്ടെങ്കിൽ ആ ഫോണിൽ ഉറപ്പായും ഒരു വാട്സപ്പ് ഇൻസ്റ്റാൾ ആയിരിക്കും. അപ്പോൾ ആ വാട്സപ്പിൽ നമ്മൾ പൊതുവേ കാണുന്ന ഒരു കാര്യമാണ് സ്റ്റിക്കേഴ്സ്. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഷെയർ ചെയ്യുന്ന ഒരു കാര്യമാണ് സ്റ്റിക്കർ. അപ്പോൾ നമുക്ക് ട്രാൻസ്പെറൻറ്റ് ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരു സ്റ്റിക്കർ എങ്ങനെ നിർമ്മിക്കാമെന്നാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. വിത്തൗട്ട് വേസ്റ്റിംഗ് യുവർ ടൈം, ലെറ്റ്സ് ഗെറ്റ് ഇറ്റ് സ്റ്റാർട്ടഡ്. അപ്പോൾ നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ ഞാൻ അയക്കുന്ന ഓരോ വീഡിയോയും നിങ്ങൾക്കൊരു നോട്ടിഫിക്കേഷനായി എത്തിച്ചേരുന്നതായിരിക്കും. ഇതിനായി നമുക്ക് 2 ആപ്ലിക്കേഷനാണ് വേണ്ടത്. ഒന്ന് PixelLab എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ. ഈ ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്നത് നമ്മുടെ ഫോട്ടോൻ്റെ ബാക്ക്ഗ്രൗണ്ട് ട്രാൻസ്പെറൻ്റ് ആക്കാൻ വേണ്ടിയാണ്. പിന്നെ ഒന്ന് നമുക്ക് വേണ്ടത് വാട്സപ്പ് സ്റ്റിക്കർ മേക്കർ എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷനാണ്. അപ്പോൾ നിങ്ങളുടെ ഫോണിലെ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യുക. ശേഷം PixelLab എന്ന് സെർച്ച് ചെയ്യുക. അപ്പോൾ ഈ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക. ഞാനിത് ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തതാണ്. അടുത്തതായി നമുക്ക് വേണ്ട ആപ്ലിക്കേഷൻ വാട്സാപ്പ് സ്റ്റിക്കർ മേക്കർ എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷനാണ്. അപ്പോൾ സെർച്ച് ബാറിൽ വാട്സാപ്പ് സ്റ്റിക്കർ മേക്കർ എന്ന് സെർച്ച് ചെയ്യുക. ഇതിൽ സ്റ്റിക്കർ മേക്കർ എന്ന് പറയുന്ന ഈ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക. ഞാൻ ഈ ആപ്ലിക്കേഷനും ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചതാണ്. അപ്പോൾ ഈ 2 ആപ്ലിക്കേഷൻ്റെയും ലിങ്ക് വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവുന്നതാണ്. അപ്പം നമുക്ക് ഇനി എങ്ങനെ ഒരു ഇമേജിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ട്രാൻസ്പെറൻ്റ് ആക്കാമെന്ന് നോക്കാം. അതിനായി നിങ്ങൾ ഈ PixelLab എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തതിന് ശേഷം അടിയിൽ 4ാമത്തെ ഓപ്ഷനിൽ ട്രാൻസ്പെറൻ്റ് എന്നത് ക്ലിക്ക് ചെയ്യുക. ശേഷം താഴെ 3ാമത്തെ ഓപ്ഷനിൽ ഇമ്പോർട്ട് എന്നത് ക്ലിക്ക് ചെയ്യുക. അതിൽ നമുക്ക് വേണ്ട ഇമേജ് സെലക്ട് ചെയ്യുക. ഇമേജ് ക്യാൻവാസിൽ റെഡിയാക്കി വെച്ചതിന് ശേഷം എറേസ് കളർ എന്നതിൽ ക്ലിക്ക് ചെയ്യുക. എനേബിൾ എന്നതിൽ ക്ലിക്ക് ചെയ്യുക. കളർ സെലക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ആ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ശേഷം കളർ ബ്ലാക്കിലേക്ക് ചേഞ്ച് ചെയ്യുക. കാരണം നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ബ്ലാക്ക് ആയതുകൊണ്ട്. ഇപ്പോൾ ആ ബാക്ക്ഗ്രൗണ്ട് പോയിട്ട് നമുക്ക് ട്രാൻസ്പെറൻറ്റ് ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് നമ്മുടെ ഗ്യാലറിയിലേക്ക് എക്സ്പോർട്ട് ചെയ്യണം. അതിനായി മുകളിലായി ഒരു 3 ഡോട്ട് കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുക. ശേഷം എക്സ്പോർട്ട് ഇമേജ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. ശേഷം സേവ് ടു ഗ്യാലറി എന്നതിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നമ്മുടെ ഇമേജ് ഇവിടെ റെൻഡറിങ് ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഇമേജ് ഗ്യാലറിയിലേക്ക് സേവ് ആയിട്ടുണ്ട്. ഇതുപോലെ ഞാനൊരു 3 എണ്ണം ചെയ്തെടുക്കുന്നുണ്ട്. കാരണം നമ്മുടെ സ്റ്റിക്കർ ഒരു ഗ്രൂപ്പായിട്ടേ കിട്ടുകയുള്ളൂ. ആ ഗ്രൂപ്പിൽ മിനിമം 3 സ്റ്റിക്കറെങ്കിലും വേണം. അതുകൊണ്ടാണ് ഞാൻ 3 എണ്ണം ക്രിയേറ്റ് ചെയ്തത്. ഇനി നമുക്ക് വാട്സപ്പിലേക്ക് നമ്മൾ ഉണ്ടാക്കിയെടുത്ത സ്റ്റിക്കേഴ്സ് മൊത്തം ആഡ് ചെയ്യണം. അതിനായി ആ സ്റ്റിക്കർ മേക്കർ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. ശേഷം ക്രിയേറ്റ് എ ന്യൂ സ്റ്റിക്കർ പാക്ക് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമ്മുടെ സ്റ്റിക്കർ പാക്കിന് ഒരു നെയിം കൊടുക്കുക. സ്റ്റിക്കർ പാക്ക് ഓതർ എന്നതിൽ ആരാണോ ഈ പാക്ക് ക്രിയേറ്റ് ചെയ്ത ആ ക്രിയേറ്ററുടെ പേര് ആഡ് ചെയ്യുക. ശേഷം ക്രിയേറ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്തെടുത്ത ആ ഫയൽ ഓപ്പൺ ചെയ്യുക. ശേഷം ട്രൈ ഐക്കൺ എന്നതിൽ ക്ലിക്ക് ചെയ്യുക. ഓപ്പൺ ഗാലറി എന്നതിൽ ക്ലിക്ക് ചെയ്യുക. ശേഷം നമ്മൾ നേരത്തെ ക്രിയേറ്റ് ചെയ്ത് വെച്ച ഏതെങ്കിലും ഒരു ഇമേജ് സെലക്ട് ചെയ്യുക. ശേഷം നമുക്ക് വേണ്ട സബ്ജക്റ്റ് മാത്രം റൗണ്ട് ചെയ്ത് സെലക്ട് ചെയ്യുക. ശേഷം സേവ് സ്റ്റിക്കർ എന്നതിൽ ക്ലിക്ക് ചെയ്യുക. ഇതേ സെയിം സ്റ്റെപ്പ് ഉപയോഗിച്ച് നമുക്ക് 1, 2, 3 എന്ന ഇതിൽ കൂടി ആഡ് ചെയ്യേണ്ടതുണ്ട്. നമുക്ക് ഒരു സ്റ്റിക്കർ പാക്കിൽ 30 സ്റ്റിക്കർ വരെ ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇതിലുണ്ട്. ഇനിയിപ്പം നമുക്ക് ചെയ്യേണ്ട അടുത്ത സ്റ്റെപ്പ് എന്തെന്ന് വെച്ചാൽ നമുക്ക് ഈ 3 സ്റ്റിക്കേഴ്സും വാട്സപ്പിലേക്ക് ആഡ് ചെയ്യണം. അതിനായി ആഡ് ടു വാട്സപ്പ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. ഇതിൽ ആഡ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ വാട്സപ്പിലേക്ക് നമ്മുടെ സ്റ്റിക്കേഴ്സ് ആഡ് ആയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് വാട്സപ്പ് കയറി നോക്കാം. അതിലേക്ക് വന്നിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. അതിനുവേണ്ടി ആ ഇമോജി ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. ഇതിൽ സ്റ്റിക്കർ എന്നതിലേക്ക് ചേഞ്ച് ചെയ്യുക. നമ്മൾ ക്രിയേറ്റ് ചെയ്ത സ്റ്റിക്കേഴ്സ് ഇതിലേക്ക് ആഡ് ആയിട്ടുണ്ട്. ഇനി ഇത് ഓരോന്നായി സെൻഡ് ചെയ്ത് നോക്കാം.
നമ്മൾ ക്രിയേറ്റ് ചെയ്ത സ്റ്റിക്കർ ഒരു ബാക്ക്ഗ്രൗണ്ടും ഇല്ലാതെ സെൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ ജസ്റ്റ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യുക.